ഇന്ന് ഞാൻ സുബൈക്ക് എണീച്ചപ്പോൾ തന്നെ പാത്തുമ്മൻ്റെ കൂടെ എണീച്ച് പോന്നിട്ടുണ്ടായിട്ടോ. അവിടെ നേരത്തെ കുളിയൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ടായിന്. അങ്ങനെ ഞങ്ങൾ പുറത്ത് പോയി ഇങ്ങനെ ചായ അടിക്കാനുള്ള പ്ലാൻ ചെയ്യുന്നിട്ട് ഞങ്ങൾക്ക് അങ്ങനെ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റി കണ്ട് നടന്നിട്ടോ പോണ. ഇവിടെ അടുത്ത് തന്നെ കേട്ടോ ഹോട്ടൽ വന്നിട്ടുള്ളത്. പോണ വൈക്ക് പൂക്കളൊക്കെ പറിച്ചിട്ടാണ് കേട്ടോ പോണ വൈകളൊക്കെ നല്ല ഭംഗിയാട്ടോ കാണാൻ. അങ്ങനെ നടന്ന് ചെന്നപ്പോൾ ഹോട്ടലിൽ അടിച്ചിട്ടുണ്ടായിട്ടോ. ഏതായാലും പോയതിൽ വെച്ച് കണ്ട് വീട്ടിൽ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പോന്നിട്ടുണ്ടായിട്ടോ. ഞാൻ അവിടെ കടയിൽ ചോദിച്ചപ്പോൾ ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് ഹോട്ടൽ തുറക്കാത്ത പറഞ്ഞിനി. പാത്തുമാക്ക് പോയ ഉഷാറൊന്നും ഇട്ടോ പോകുന്നപ്പോൾ ഹോട്ടൽ തുറക്കാത്തതുകൊണ്ട് ദേഷ്യപ്പെട്ടിട്ടുണ്ടായിട്ടോ. ചായ കിട്ടിയില്ല ഗൈസ്. അങ്ങനെ പോന്നപ്പോഴാട്ടോ ഈ പഴൻ്റെ കണ്ണുപെട്ട്. നിങ്ങൾ ആരെങ്കിലും ഈ പഴം കഴിച്ചിട്ടുണ്ടായി? ഞാൻ ചെറുപ്പത്തിൽ എപ്പോഴും ഈ പഴം കഴിച്ചിട്ടുണ്ടായിട്ടോ. ഇതിൻ്റെ ടേസ്റ്റ് പാഷൻ ഫ്രൂട്ടിൻ്റെ ടേസ്റ്റ് പോലെ ആയിട്ട് വന്നിട്ടുള്ളത്. ഞാനൊന്ന് പറിച്ചുകൊണ്ട് പാത്തുമ്മാക്ക് പൊട്ടിച്ചെടുത്തിട്ടുണ്ടായിട്ടോ. ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത്. ഇതിൻ്റെ പൂവും ഫ്രാഷൻ ഫ്രൂട്ടിൻ്റെ പൂത്തലിൻ്റെ വന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ വീട്ടിൽ എത്തിയപ്പോൾ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി വിചാരിച്ചു. നെയ്ച്ചോറ് ഞാൻ ആദ്യം തന്നെ ഉണ്ടാക്കി വെച്ചിരുന്നു കേട്ടോ. ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കിട്ടായിട്ട് പാത്തുമ്മാക്ക് ഭയങ്കര സങ്കടമായിട്ട് അങ്ങനെ ബിരിയാണി വെച്ച് കണ്ട ആ സങ്കടം മാറ്റിട്ടോ. പിന്നെ ഒരു വെറൈറ്റിക്ക് വേണ്ടി കണ്ട് ഞങ്ങൾ വായഞ്ചേരി കേട്ടോ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അങ്ങനെ പാത്തുമ്മയും ഞാനും ഒരു 9 മണിയായപ്പത്തിന് ബിരിയാണി കഴിഞ്ഞാൽ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായി കേട്ടോ. പിന്നെ ഞങ്ങളത് കഴിഞ്ഞിട്ട് ഞങ്ങളത് കടന്നുറങ്ങി. അപ്പോൾ ഓക്കെ, ഇനി നാളെ കാണേ.